ആദ്യം കെട്ടിക്കൊണ്ടു വന്ന മരുവൾക്ക് ഒരു തരത്തിലും ആ വീട്ടിൽ ഫ്രീഡം കിട്ടൂലല്ലേ. അത് മനസ്സിലാവും എപ്പോഴാണ് അറിയോ, അവർക്ക് രണ്ടാമതും മൂന്നാമതൊക്കെ ഒരു മരുമകൾ വരുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവും. കാരണം ഈ ഭർത്താവിന്റെ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഭർത്താവിന്റെ പിന്നാലെ പോകാൻ അനുവദിക്കൂല. അതേപോലെ തന്നെ തരത്തിലുള്ളൊരു ഫ്രീഡം ആ വീട്ടിൽ നിന്ന് കിട്ടല് കമ്മിയായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞതിന് ശേഷം അവരെ രണ്ടാമത്തെ മൂന്നാമത്തെ മക്കളൊക്കെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മ ഈ മൂത്ത മരുവളെ ഒരു തരത്തിൽ ഒന്നിലും സഹായിക്കില്ല, ഒന്നുമില്ല. പക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു മകൻ കെട്ടിക്കൊടുക്കുന്ന മരുവളെ ഇവർ എല്ലാ കാര്യത്തിലും സഹായിക്കുന്നു, എല്ലായിടത്തും പോകാൻ അനുവദിക്കുന്നു. എന്തിനു കാര്യത്തിന് ചോദിച്ചാലും അവർ സമ്മതമുള്ളേ. അപ്പോൾ പിന്നീട് ഇതിങ്ങനെ കാണുമ്പോൾ മൂത്ത മരുമകൾക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നും, അല്ലെങ്കിൽ മൂത്ത മരുമകൾ അവരോട് പറയും, നിങ്ങൾ അന്നിനെ വിട്ടില്ലല്ലോ, അന്നങ്ങനെ ആക്കിയില്ലല്ലോ, എങ്ങനെ ആക്കിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അമ്മായിമ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എൻ്റെ അതേ പ്രായത്തിൽ ഇനിയും എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയിപ്പയും വിട്ടിയില്ല. അപ്പം എനിക്ക് ഈ അങ്ങനെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലൊരിതായിട്ട് ഞാൻ അങ്ങനെ പ്രവർത്തിച്ച് പോയതാണെന്ന് എത്രയോ പേര് പറഞ്ഞ് ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ടോ അത്. അപ്പോൾ ഇവരെ മനസ്സിലെന്താ, ഇവർക്കത് അവരെ കാലത്ത് അതേ പ്രായത്തിൽ അവർക്ക് കിട്ടിയില്ല. അപ്പോൾ അത് മൂത്ത മകൻ്റെ ഭാര്യക്കും മകൻക്കും കിട്ടരുത് എന്നുള്ളൊരിത്. അപ്പോൾ ഇത് കാണുമ്പോൾ പിന്നീട് ഈ മരുമക്കൾക്കും തോന്നുകയാണ്, മറ്റുള്ളവർ പോകുമ്പോൾ എനിക്ക് കിട്ടാത്ത എന്താ രണ്ടാമത്തവർക്ക് കിട്ടണമെന്ന് തോന്നുകയാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ വന്നു പോകുന്നതാണ്, അങ്ങനെ ചോദിക്കുന്നതാണ്. ഒരുപാട് പേര് ഇതേ അവസ്ഥയിൽ പോകുന്നവരുണ്ട്, ചോദിച്ചു നോക്കി ഒരുപാട് പേരുണ്ട്. രണ്ടാമത്തെ മരുമകൾക്കാണെങ്കിൽ മൂന്നാമത്തെ മരുമകൾക്ക് എല്ലാ തരത്തിലുള്ള ഫ്രീഡം. അത് കാണുമ്പോൾ മൂത്ത മരുമകൾക്കും ദേശമാണെങ്കിൽ എനിക്ക് കിട്ടാത്തത് ഇപ്പോൾ അവർക്ക് എന്താ കിട്ടുന്നു എന്നുള്ളത് അതേ കാരണം തന്നെയാണ് ഭർത്താവിൻ്റെ ഉമ്മാക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി.